عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. ഏറ്റവും ആദരവും ബഹുമാനവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അവസരത്തിൽ ഖാതമുൻ നുബുവ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിന് നാഥനായ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകനാണെന്ന് നാമൊക്കെയും പഠിച്ചവരാണ്. ഖാതമുൻ നുബുവ, അവസാനത്തെ പ്രവാചകൻ ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ ഈ ഭൂമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാകുന്ന പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഇറക്കി തന്നത് ഈ ഭൂമി ലോകത്തുള്ള എല്ലാത്തിനും കാരുണ്യമായിട്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവർക്കും റഹ്മത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകൻ എന്ന് നാമൊക്കെയും പഠിച്ചു. അതിനു മുമ്പുള്ള നബിമാരൊക്കെയും ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് നയിച്ചിട്ടുണ്ട്. പല പല കാര്യങ്ങൾ കൊണ്ടും ഇസ്ലാമിലേക്ക് സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതോടുകൂടി അവരൊക്കെയും സ്വീകരിച്ച മാർഗങ്ങൾ അവിടെ നിഷ്ഫലമാവുകയാണ്. ആദരവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും വലിയ മുഅ്ജിസത്തായ ഖുർആൻ, ആ ഖുർആനിനെ ഇറക്കലോടുകൂടി അതിനു മുമ്പ് ഉണ്ടായിരുന്ന നബിമാരുടെയൊക്കെ കിതാബുകളൊക്കെ അവിടെ നിഷ്ഫലമാവുകയാണ്. പ്രിയമുള്ളവരെ, ആ ഖുർആനിനെ അംഗീകരിക്കണമെന്ന് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഖുർആനിൽ വ്യക്തമായി ഓരോ കാര്യങ്ങളും ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിത മാർഗങ്ങൾ കാട്ടിത്തന്നുകൊണ്ട് ഖുർആനിൽ വ്യക്തമായിട്ട് നാമൊക്കെയും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഏതൊരു സാഹചര്യം എങ്ങനെ മറികടക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബി വരാനുമില്ല എന്നൊക്കെയും നാമൊക്കെയും പഠിച്ചവരാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറും 23 വർഷം കൊണ്ടാണ് നമ്മുടെ ഇസ്ലാം മതത്തെ പൂർത്തീകരിക്കുന്നത്. അതായത് കാലഘട്ട ക്രമേണ ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടങ്ങളിലായി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പൂർത്തീകരിക്കുന്നത്. ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് ഇറക്കി തന്നത് റഹ്മത്തായിട്ടാണ്. നാമൊക്കെയും ചിന്തിക്കുന്നത് പോലെ നമുക്കൊക്കെ ഈ രൂപത്തിൽ ജീവിക്കാൻ മാർഗം
കിട്ടിയത് തന്നെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായത് കൊണ്ടാണ്. പ്രവാചകത്വം എന്നുള്ളത് എന്ന് അവസാനിക്കുന്നുവോ അന്ന് നമുക്കൊക്കെ കിട്ടുന്ന കരുണ അവിടെ ഇല്ലാതാവുകയാണ്. പ്രിയമുള്ളവരെ, ആദരവായ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ നിർത്തുന്നു. ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.